നമസ്കാരം. ഹെക്സാഗണൽ നട്ട് തയ്യാറാക്കി ഹെക്സാഗണൽ ബോൾട്ട് മാച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ബാഹ്യ ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിന് ഹെക്സഗൺ റോഡ് ബ്ലാങ്ക് സൈസിലേക്ക് കട്ട് ചെയ്ത് ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സൈസും ഷേപ്പും കൃത്യമാക്കാൻ ഹെക്സഗൺ ബോൾട്ടും നട്ടും ഫയൽ ചെയ്യുക. ഹെക്സഗൺ നെട്ടിനുള്ള ടാപ്പ് ഡ്രിൽ സൈസുകൾ നിർണ്ണയിക്കുക. ഹെക്സഗണൽ നെറ്റിൽ ആന്തരിക ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിനുള്ള ടാപ്പിംഗ് ഹോളിനായി ഹോൾ ഡ്രിൽ ചെയ്യുക. ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക് ഉപയോഗിച്ച് ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ടിൽ ബാഹ്യ ത്രെഡുകൾ കട്ട് ചെയ്യുക. ടാപ്പ് ആൻഡ് ടാപ്പ് റേഞ്ച് ഉപയോഗിച്ച് ഹെക്സഗണൽ നട്ടുകളിൽ ആന്തരിക ത്രെഡുകൾ കട്ട് ചെയ്യുക. നെട്ടുകൾ ബോൾട്ടുമായി മാച്ച് ചെയ്യുക. ഈ എക്സർസൈസിൽ ഇനി പറയുന്ന ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു: ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ട് തയ്യാറാക്കൽ, ഹെക്സഗണൽ ഹെഡഡ് നട്ട് തയ്യാറാക്കൽ, നട്ടുകൾ ബോൾട്ടുകളുമായി മാച്ച് ചെയ്യൽ. ഹെക്സഗണൽ നട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമം നമുക്ക് ഇപ്പോൾ പഠിക്കാം. 25 mm വ്യാസമുള്ള ഒരു വർക്ക് പീസ് 20 mm നീളത്തിൽ മുറിക്കുക. വർക്ക് പീസ് 3-ജോ ചെക്കിൽ ഹോൾഡ് ചെയ്ത് ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. വർക്ക് പീസ് 20 mm വ്യാസത്തിൽ 10 mm നീളത്തിലേക്ക് ടേൺ ചെയ്യുക. 20 mm വ്യാസമുള്ള 10 mm നീളത്തിലുള്ള ഫേസിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സർഫേസ് ടേബിൾ വൃത്തിയാക്കുക. വി ബ്ലോക്കും വെർനിയർ ഹൈറ്റ് ഗേജും ക്ലീൻ ചെയ്യുക. പ്രീ മെഷീൻ ചെയ്ത സിലിണ്ടർ ജോബ് വി ബ്ലോക്കിൽ സൂക്ഷിക്കുക. വി ബ്ലോക്കിൽ യു ക്ലാമ്പുകൾ ഉപയോഗിച്ച് സിലിണ്ടറിക്കൽ ജോബ് ചലിക്കാത്ത രീതിയിൽ ദൃഢമായി ക്ലാമ്പ് ചെയ്യുക. റൗണ്ട് ബാറിന് മുകളിൽ വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ സ്ക്രൈബർ പ്ലേസ് ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജിൽ പ്രാരംഭ റീഡിങ്ങിനേക്കാൾ 2.9 mm കുറച്ച് അളവ് സെറ്റ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് വൃത്താകൃതിയിലുള്ള ബാറിൻ്റെ മുഖത്ത് AB എന്ന ലൈൻ വരയ്ക്കുക. യു ക്ലാമ്പ് ലൂസ് ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് വർക്ക് 90 ഡിഗ്രി തിരിച്ച് സെറ്റ് ചെയ്യുകയും യു ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് മുമ്പത്തെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ലൈൻ BC വരയ്ക്കുകയും ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് വർക്ക് 90 ഡിഗ്രി തിരിച്ച് സെറ്റ് ചെയ്യുകയും യു ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് മുമ്പത്തെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ലൈൻ CD വരയ്ക്കുകയും ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് വർക്ക് 90 ഡിഗ്രി തിരിച്ച് സെറ്റ് ചെയ്യുകയും യു ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് മുമ്പത്തെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ലൈൻ AD വരയ്ക്കുകയും ചെയ്യുക. യു ക്ലാമ്പ് ലൂസ് ചെയ്ത് റൗണ്ട് ബാർ പുറത്തെടുത്ത് സർഫേസ് ടേബിളിൽ വയ്ക്കുക. ഡ്രോയിങ് അനുസരിച്ച് സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് ACBD എന്നീ കോർഡിനേറ്റ് പോയിന്റുകൾ ജോയിൻ ചെയ്യുക. സെൻറ്റർ പഞ്ചും ബോൾ പീൻ ഹാമറും ഉപയോഗിച്ച് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് Oയിൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. ഇതാണ് സർക്കിളിൻ്റെയും ഹെക്സഗണിൻ്റെയും കേന്ദ്രം. BD രേഖയുടെ ഇരുവശത്തും
5 mm അകലത്തിൽ ഇരു ലൈനുകളും ബി ഡിക്ക് സമാന്തരമായി PQSR എന്നിവ വരയ്ക്കുക. mm ഹെക്സഗൺ ലഭിക്കാൻ സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് നേർരേഖകളോടെ P, A, Q, R, C, S, P എന്നീ പോയിന്റുകൾ വർക്ക് പീസിൻ്റെയും ഹെക്സഗണിൻ്റെയും സെൻറ്റർ ഒന്നു തന്നെയാകുന്ന വിധം യോജിപ്പിക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഡോട്ട് പഞ്ച്, ബോൾ പിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഹെക്സഗണിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു ബെഞ്ച് വൈസിൽ ബസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് റഫ് ഫയൽ ചെയ്യുക. ഹെക്സഗണിൻ്റെ പരന്ന വശങ്ങൾ നിർമ്മിക്കുന്നതിന് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് സൈഡുകൾ ഫയൽ ചെയ്യുക. ഡ്രോയിങ് പ്രകാരം ഹെക്സഗണൽ നട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഫേസ് ഒരു ലേത്തിൽ ചാംഫർ ചെയ്യുക. M10 × 1.5 mm ടാപ്പിന് ടാപ്പ് ഡ്രില്ലിൻ്റെ വലിപ്പം 8.5 mm ആയിരിക്കും. സെൻറ്റർ പഞ്ച്, ബോൾ പിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ടാപ്പ് ഡ്രിൽ ഹോൾ സെൻറ്ററിൽ പഞ്ച് ചെയ്യുക. ഒരു ഡ്രില്ലിംഗ് മെഷീനിൽ ഹോൾ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നതിനായി സെൻറ്റർ ഡ്രിൽ ചെയ്യുക. ഹെക്സഗണൽ നെറ്റിൽ 6 mm വ്യാസമുള്ള പൈലറ്റ് ഹോൾ ഡ്രിൽ ചെയ്യുക. .5 mm വ്യാസമുള്ള ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഹോൾ വലുതാക്കുക. M10 ടാപ്പിനായി ദ്വാരം 8.5 mm ആയി റീം ചെയ്യുക. ഡ്രിൽ ചെയ്ത ദ്വാരത്തിൻ്റെ രണ്ടറ്റവും ചേംഫർ ചെയ്യുക. വൈസ് ജോകൾക്ക് സമാന്തരമായി ക്ലാമ്പുകൾ ഉപയോഗിച്ച് ബെഞ്ച് വൈസിൽ നട്ട് ഹോൾഡ് ചെയ്യുക. ടാപ്പ് റഞ്ചിൽ M10 ഫസ്റ്റ് ടാപ്പ് ഘടിപ്പിച്ച് ഡ്രോയിങ് അനുസരിച്ച് ആന്തരിക ത്രെഡ് കട്ട് ചെയ്യുക. അതുപോലെ M10 സെക്കൻഡ് ടാപ്പ്, തേർഡ് ടാപ്പ് എന്നിവ ഘടിപ്പിച്ച് കട്ട് ചെയ്ത് പൂർണ്ണ ത്രെഡ് രൂപപ്പെടുത്തുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ത്രെഡ് ചെയ്ത ദ്വാരം പരിശോധിക്കുക. ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ടിൻ്റെ തയ്യാറെടുപ്പ് നമുക്ക് പഠിക്കാം. 25 mm വ്യാസമുള്ള ഒരു വർക്ക് പീസ് 50 mm നീളത്തിൽ കട്ട് ചെയ്യുക. വർക്ക് പീസ് ഒരു 3 ജോ ചക്കിൽ ഹോൾഡ് ചെയ്ത് വർക്ക് പീസിൻ്റെ ഇരുവശത്തും ഫേസിംഗ് പ്രവർത്തനം നടത്തുക. വൃത്താകൃതി ലഭിക്കുന്നതിന് പ്ലെയിൻ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. 20 mm വ്യാസമുള്ള വലിപ്പം ലഭിക്കുന്നതിന് വർക്ക് പീസ് ടേൺ ചെയ്യുക. നീളം 40 mm ആയി കുറയ്ക്കാൻ ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. ഡ്രോയിങ് അനുസരിച്ച് 32 mm നീളത്തിൽ വ്യാസം 10 mm ആയി കുറയ്ക്കാൻ സ്റ്റെപ്പ് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. 20 mm വ്യാസമുള്ള ഹെഡിൻ്റെ ഫേസിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. മുമ്പ് ചർച്ച ചെയ്ത നടപടി ക്രമമനുസരിച്ച് ABCDയുടെ ഒരു ചതുരം ലഭിക്കാൻ AB, BC, CD, AD എന്നീ ലൈനുകൾ വരയ്ക്കുക. ഹെക്സഗണിൻ്റെ മധ്യഭാഗം O ആയി ലഭിക്കുന്നതിന് ഡ്രോയിങ് അനുസരിച്ച് സ്റ്റീൽ റൂളും സ്ക്രൈബറും ഉപയോഗിച്ച് AC, BD എന്നീ കോർഡിനേറ്റ് പോയിന്റുകൾ ജോയിൻ ചെയ്യുക. സെൻറ്റർ പഞ്ചും ബോൾ പിൻ ഹാമറും ഉപയോഗിച്ച് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് Oയിൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക.
ഇതാണ് സർക്കിളിൻ്റെയും ഹെക്സഗണിൻ്റെയും കേന്ദ്രം. മുമ്പത്തെ നടപടിക്രമം അനുസരിച്ച് പി, എ, ക്യു, ആർ, സി, എസ്, പി ഹെക്സഗൺ വരയ്ക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഡോട്ട് പഞ്ചും ബോൾപീൻ ഹാമറും ഉപയോഗിച്ച് ഫേസിൽ ഹെക്സഗൺ അടയാളപ്പെടുത്തുക. പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു ബെഞ്ച് വൈസിൽ ബസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് റഫ് ഫയൽ ചെയ്യുക. ഹെക്സഗണിൻ്റെ പരന്ന വശങ്ങൾ നിർമ്മിക്കുന്നതിന് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് സൈഡുകൾ ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ഹെക്സഗണിൻ്റെ മുകൾ ഭാഗവും ഷാഫ്റ്റിൻ്റെ അറ്റവും ഒരു ലേത്തിൽ ചാംഫർ ചെയ്യുക. അലൂമിനിയം വൈസ് ക്ലാമ്പുകൾ ഉപയോഗിച്ച് ഹെക്സഗണൽ ഹെഡ് ബോൾട്ട് 90 ഡിഗ്രി വരെ ബെഞ്ചിൽ പിടിക്കുക. ഡൈ സ്റ്റോക്കിൽ M10 ഡൈ സെറ്റ് ചെയ്യുക. ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ടിൻ്റെ റൗണ്ട് ബ്ലാങ്ക് അറ്റത്ത് ഡൈ സ്റ്റോക്ക് ഉപയോഗിച്ച് ഡൈ പ്ലേസ് ചെയ്യുക. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശകളിൽ കറക്കുക. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഹെക്സഗണൽ ഹെഡ് ബോൾട്ടിന് ലംബമാണ് ഡൈ എന്ന് ഉറപ്പാക്കുക. ഡൈ സ്റ്റോക്കിൽ തുല്യമായ മർദ്ദം പ്രയോഗിക്കുക. ബ്ലാങ്കിൽ 18 mm വരെ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ത്രെഡ് പരിശോധിക്കുക. ഹെക്സഗണൽ ഹെഡ് ബോൾട്ടും നട്ടും മാച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം. ഒരു ഹെക്സഗണൽ ഹെഡ് ബോൾട്ടും നട്ടും ഒരു തുണി ഉപയോഗിച്ച് വൃത്തിയാക്കുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും വീണ്ടും പരിശോധിക്കുക. നട്ട് ബോൾട്ടുമായി മാച്ച് ചെയ്യുക. ഹെക്സഗണൽ നട്ടും ബോൾട്ടും പൂർണ്ണമായും പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അല്പം ഓയിൽ പുരട്ടി മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ചത്: ബാഹ്യ ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിന് ഹെക്സഗണൽ റോഡ് ബ്ലാങ്ക് സൈസിൽ കട്ട് ചെയ്ത് ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സൈസും ഷേപ്പും കൃത്യമാക്കുവാൻ സ്ക്വയർ, ഹെക്സഗൺ, ബോൾട്ടും നട്ടും ഫയൽ ചെയ്യുക. ഹെക്സഗണൽ നട്ടിനുള്ള ടാപ്പ്, ഡ്രിൽ സൈസുകൾ നിർണ്ണയിക്കുക. ഹെക്സഗണൽ നട്ടിൽ ആന്തരിക ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിനുള്ള ടാപ്പിംഗ് ഹോളിനായി ഹോൾ ഡ്രിൽ ചെയ്യുക. ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക് ഉപയോഗിച്ച് ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ടിൽ ബാഹ്യ ത്രെഡുകൾ കട്ട് ചെയ്യുക. ടാപ്പ് ആൻഡ് ടാപ്പ് റേഞ്ച് ഉപയോഗിച്ച് ഹെക്സഗണൽ നട്ടുകളിൽ ആന്തരിക ത്രെഡുകൾ കട്ട് ചെയ്യുക. നട്ടുകൾ ബോൾട്ടുകളുമായി മാച്ച് ചെയ്യുക. ഇത്രയുമാണ് ഹെക്സാഗണൽ നട്ട് തയ്യാറാക്കി ഹെക്സാഗണൽ ബോൾട്ട് മാച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് എല്ലാ ആശയങ്ങളും പരിശീലനങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.